ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിൽ ഭീകരർക്ക് പിന്തുണ നൽകിയവരിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, വ്യവസായ മേഖലയിലുള്ളവരുണ്ട്, അങ്ങനെ പല മേഖലയിലുള്ളവരും ഇവർക്ക് സപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്, സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോ കോൺഗ്രസിന്റെ ഒരു MP-യുടെ ഭാര്യയ്ക്ക് പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഇവർ പാകിസ്ഥാനിൽ പോകാറുണ്ടെന്നും ഒക്കെയുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ചില ട്വിസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് സാർ, നമ്മൾ ഈ കോൺഗ്രസ് ആണ് ഈ അൽഫല സമ്മാനിച്ചത് പാകിസ്ഥാനികളുടെ ഈ ഭീകരവാദികൾക്ക്, അതുപോലെ രാജ്യത്തെ തകർക്കാനും എന്തെങ്കിലും ഇവർ സമ്മാനങ്ങളായി വാങ്ങിയിട്ടുണ്ടോ? രാജ്യത്തിനെ തകർക്കുന്നതിനകത്ത് പരിശോധിക്കുമ്പോൾ ഇവരുടെ പങ്ക് വലിയ വലിപ്പത്തിലാവുള്ളത്. പക്ഷെ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിന് മുമ്പുള്ള സ്വാതന്ത്ര്യ സമരവും കട്ട് ചെയ്ത് ഇതിന് ശേഷമുള്ളതും കട്ട് ചെയ്ത് നെഹ്റു വന്നതിന് ശേഷം പുള്ളി ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലോ ഇപ്പോൾ ചരിത്രം പഠിക്കുന്നത്. മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു പ്രസ്ഥാനത്തിനെ പറ്റി ഇങ്ങനെ പറയാമോ? അങ്ങനെ പറയാം. ഒരുപാട് പേരുകളുണ്ട്. പേരുകളിപ്പോൾ ചെന്ന് ചെന്നപ്പോൾ മൊത്തം പാകിസ്ഥാനിലായി പേര് മൊത്തം ചെന്നിരിക്കുന്നത്. അവിടുന്ന് അതിന് ഫുഡ് മൊത്തം. അപ്പം അൽഫല യൂണിവേഴ്സിറ്റി അറിഞ്ഞില്ലേ, അതാണ്. അപ്പം അതിനെ നല്ലപോലെ പരിശോധിച്ചപ്പം ഇതിന് വലിയ പേരുകൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലും ഉണ്ട്. 3 ജില്ലയിൽ അവരുടെ ഈ ട്രസ്റ്റുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ ട്രസ്റ്റുകൾ, വടക്കേ ഇന്ത്യ മൊത്തം സ്വാതന്ത്ര്യം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ അവിടുന്ന് വെളിയിലിറങ്ങുന്ന ഡോക്ടർമാർ മൊത്തം ഭീകരവാദികൾ. നമ്മുടെ പണി ചികിത്സയല്ല, ചികിത്സിച്ചാൽ ചെന്ന വന്ധീകരണ ചികിത്സ, പിന്നെ ബാക്കി പൊട്ടിത്തെറി, മിസൈൽ ഉണ്ടാക്കുന്ന, ഡ്രോൺ ഉണ്ടാക്കുന്ന ഈ സാങ്കേതിക വിദ്യ വലിയ വിശാലമായിട്ട് സീരിയലായിട്ട് ബോംബ് ബ്ലാസ്റ്റുകൾ. അതായത് ലോകം എങ്ങനെ നമ്മളെ എർദോഗൻ പറയുന്നത് പോലെയും അല്ലെങ്കിൽ ബിൻ പറയുന്നത് പോലെയും മറ്റു പല ജെയ്ഷെ മുഹമ്മദ് നേതാവ് പറയുന്നത് പോലെയൊക്കെ ലോകം എങ്ങനെ മുസ്ലിം രാജ്യമാക്കാം എന്നുള്ളതിനെപ്പറ്റി ഉള്ള തലമണ്ടയുമായിട്ട് നടക്കുന്ന അത്തരത്തിൽ ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന അൽഫല സർവകലാശാല യൂണിവേഴ്സിറ്റി, അത് ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗൂഡയുടെ കാലത്ത് വളരെ വിശാലമായിട്ട് അതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു. വേറെ ആർക്കും സംവരണമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രം 50% സംവരണം. അപ്പൊ അത് അവിടെ അവർ മാത്രം പഠിച്ചാൽ മതി. അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ആര്? ഈ കാശ്മീരിൽ നിന്നും ഉള്ളവർ. ബാക്കിയുള്ളടത്തൊന്നും ഉണ്ട്, അല്ല അറിയാതൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ആരോപണം, MP എന്ന് പറഞ്ഞാൽ ഗൗരവ് ഗൊഗോയ്, അയാളുടെ ഭാര്യ ബ്രിട്ടൻകാരി കേട്ടോ, ബ്രിട്ടൻകാരിയാണ് ഭാര്യ. അവരുടെ പേര് എലിസബത്ത് കോൾ ബൻ. ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധമാണ്. ഈ ആരോപണം കൊണ്ടുവന്ന ആരാന്നറിയോ? ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. ആരോപണം വ്യക്തത വരുത്തിയ പുള്ളി പറഞ്ഞേക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന ലീഡ് പാക് എന്ന സംഘടനയിൽ ജോലി ചെയ്തിരുന്നു. ലീഡ് പാക് സംഘടനയിൽ ഇവർ ജോലി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡീപ്പ് നെറ്റ്വർക്ക് റൂട്ടാണ് ഇവർക്ക് അവരുമായിട്ടുള്ളത്. അപ്പം IS ആയിട്ട് ബന്ധമുണ്ട്. ഈ ഗൗരവ് ഗൊഗോയ് തന്നെ IS ട്രെയിനിങ് സ്വീകരിച്ചെന്ന് പറയുന്നു. ആരാ പറയുന്നത്? കോൺഗ്രസിനകത്ത് നിന്ന്, അതിനകത്ത് നിന്ന് രാജ്യസ്നേഹി എന്ന് കണ്ട് നീ RSSകാരൻ്റെ കൂടെ പൊക്കോളാൻ അദ്ദേഹത്തെ തൊഴിച്ച് വെളിയിൽ കളഞ്ഞു. അതായത് അതിനകത്ത് രാജ്യസ്നേഹികളെ വേണ്ട. മനസ്സിലാവുന്നു? ഇയാൾ RSS ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യസ്നേഹം പറഞ്ഞു നീ RSS പൊക്കോളം പറയാം. അന്ന് അതിനകത്തുനിന്ന് വിട്ടിട്ട് BJPക്കകത്ത് വന്ന ആളാ ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ. ഈ പറയുന്ന ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് ദീർഘമായിട്ട് ആത്മബന്ധം കോൺഗ്രസ് നേതാക്കന്മാരെന്നുള്ളതും MP എന്നുള്ളതിനപ്പുറം ആത്മബന്ധം ആരുമായിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയുമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. അതാണ് അവിടെ വിമാനം വീണിട്ടില്ല, പാകിസ്ഥാന് വിമാനം വീണിട്ടില്ല, ഇന്ത്യ വിമാനം വീണെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പം ഈ രീതിയിൽ ഗൊഗോയ്ക്ക് ഈ ഗൊഗോയ് പറയുന്നു അന്താരാഷ്ട്ര കാലാവസ്ഥാ പദ്ധതിയിൽ ജോലി ചെയ്തിരുന്നു, ശമ്പളവും വാങ്ങിയിരുന്നു. തൻ്റെ ഭാര്യ എലിസബത്ത് ബെൻ. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇയാൾ നിഷേധിക്കുന്നത് ബ്രിട്ടീഷുകാരിയാണ് ഇയാളുടെ ഭാര്യ. ഞാൻ ചോദിച്ചോട്ടെ, ബ്രിട്ടൻകാരിയാണല്ലോ, ഇയാൾക്ക് വലിയ വലിപ്പത്തിൽ ജോലി ചെയ്യാൻ, ഇയാൾ MP ആണ്, അവർ ബ്രിട്ടൻകാരിയാണ്, അവർ നിസ്സാരക്കാരിയാണെന്നില്ല. ഇയാൾക്ക് പാകിസ്ഥാനി മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിലും പ്രശസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിലും മറ്റ് പല രീതിയിലേക്കുള്ളതാണ്. മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യാമല്ലോ. ബ്രിട്ടൻകാരിയുമാണല്ലോ. ബ്രിട്ടൻകാരെ പാകിസ്ഥാൻ അല്ലെങ്കിൽ സാധാരണക്കാർ പോലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ജോലി ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരവിടെ പല NGOയുമായിട്ട് ബന്ധം. ഇപ്പോൾ ഏറ്റവും അവസാനം അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് പാകിസ്ഥാൻ ബന്ധമുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു പല എല്ലാ പാർട്ടികളിലും. കാരണം ഇതിനു ശേഷം മുഫ്തി മുഹമ്മദ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി കാശ്മീർ അവർ വ്യക്തത വരുത്തി പറഞ്ഞു, ഇത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകളുടെ
പ്രതിഫലനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കാശ്മീർ ജനതയോട് കാണിക്കുന്ന ഇതിൻ്റെ പ്രതിഫലനമാണ്, രക്തസാക്ഷിത്വ പരിവേഷമാണ്, ആ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ആരൊക്കെ പറയുമെന്നറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് അതിനൊരു പ്രൊമോഷൻ, അതിനൊരു ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ 2022 തൊട്ട് തുർക്കി ഈ പണി ചെയ്യുന്നതിനകത്ത് ഇവരുടെ എല്ലാം പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഇവർക്കെല്ലാം വേണ്ട പിന്തുണ ആവശ്യത്തിൽ അധികമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇത് ദീർഘമായിട്ട് പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ദീർഘമായിട്ട് ഈ അന്വേഷണം, ഈ പറയുന്ന സർജന്മാരുടെ ഒരു അങ്ങനെ അങ്ങണ്ടല്ലേ D6 മിഷനും മാഡം സർജനും ഈ പറയുന്ന എലിസബത്ത് കോൾബൻ, ഷാഹിദ് ഡോക്ടർ, അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ അവസ്ഥയിലും ഡൽഹി സ്ഫോടനം, അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ ശൃംഖല, ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ എത്രത്തോളം വലിപ്പത്തിൽ പാകിസ്ഥാനകത്ത് നിൽക്കുന്ന ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ മറ്റു പല ഭീകര സംഘടനകളുടെ നേതാക്കന്മാർക്ക് ആ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കാട്ടി സ്വാധീനവും സ്ഫോടനവും പ്രശ്നങ്ങളും ആഭ്യന്തര കലഹവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാക്കാത്ത രീതിയിൽ ആ വലിപ്പത്തിലുമുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡോക്ടർമാരുടെ രൂപത്തിലുണ്ട്, എഞ്ചിനീയർമാരുടെ രൂപത്തിലുണ്ട്, വക്കീലന്മാരുടെ രൂപത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്, രാഷ്ട്രീയക്കാരുടെ രൂപത്തിലുമുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ രൂപത്തിലുള്ളവരുടെ മുഖം നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പം പറയുന്നത് ഗൗരവ് ഗൊഗോയിയുടെ മുഖവും, അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മുഖവും, അയാളുടെ ഭാര്യയുടെ മുഖവും ഒക്കെ ആകുന്നു. അപ്പോൾ അവർക്കൊക്കെ പാകിസ്ഥാനോട് ഇത്ര സ്നേഹവും പാകിസ്ഥാൻ്റെ ഭാഗവും, അല്ലെങ്കിൽ അവിടുത്തെ NGO, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള NGOകളും അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള പ്രവർത്തനവും ഒരു 16-19 തവണ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇവർ സന്ദർശിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ NGOയാ മാറാം, അല്ലെങ്കിൽ ഈ ജോലിയാ മാറാം. ഇതിനകത്ത് ഇത്തരത്തിൽ ഇവർക്ക് പാകിസ്ഥാനുമായിട്ടും ISIയുമായിട്ടും ഈ MPക്കും ഭാര്യയ്ക്കും ബന്ധമില്ലെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ കേസ് കൊടുക്കുക, എൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ആരോപണം തെറ്റാണെന്ന് കേസ് കൊടുക്കുക. ചുണയുണ്ടെങ്കിൽ കേസ് കൊടുത്താൽ ഇതിൻ്റെ വ്യക്തത വരുത്തി കൃത്യത വരുത്തിയുള്ള തെളിവുകൾ ഞാൻ തരാം. ഈ തെളിവുകൾ ഞാൻ വേണ്ടപ്പെട്ടിടത്ത് കൊടുത്തിട്ടുമുണ്ടെന്ന് ആസാം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആസാം മുഖ്യമന്ത്രി നിസ്സാരക്കാരനൊന്നും അല്ല, നിസ്സാരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണം. ഒരു രാജ്യം, നമ്മുടെ ശത്രുരാജ്യത്തിനകത്തെ ആ ISI ആയിട്ട് ബന്ധമുണ്ടെന്നോ പാക് ചാര സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നോ ഒരു MPയുടെ പേരിലും പറയത്തില്ല, ആരും പറയത്തില്ല. അങ്ങനെ പറയാനും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ പറയണമെങ്കിൽ, വ്യക്തവരുത്തി പറയണമെങ്കിൽ, അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് അയാളുമായിട്ടുള്ള ആത്മബന്ധം കൃത്യമായിട്ട് പരസ്യമായിട്ട് വിശദീകരിക്കണമെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർ മാഡം, ഈ ഭീകരവാദി, ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിൻ്റെ അല്ലെങ്കിൽ കമാൻഡോ എന്നറിയപ്പെടുന്നവർ, അവർക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധം, ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധം, അവിടുത്തെ ജെയ്ഷെ മുഹമ്മദിൻ്റെ സഹോദരിയുമായിട്ട് ബന്ധം, ആ രീതിയിലേക്ക്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ബന്ധം, ഈ പറയുന്ന എലിസബത്തിനുള്ള ബന്ധം, ഇവർ പരസ്പരമുള്ള ബന്ധം ഇന്ത്യക്കകത്ത് ഒരു കാണിക്കുന്നത്, ഇവരുടെ NGO പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഈ സർവകലാശാലയുടെ കെയറോപ്പിൽ 100 NGOs ഉണ്ടല്ലോ, അതിനകത്ത് 3 എണ്ണം എവിടെ ഉണ്ട്? കേരളത്തിലുണ്ട്. കേരളത്തിൽ എല്ലാത്തിൻ്റെയും വേരുണ്ടല്ലോ. ഈ വേരെല്ലാം അങ്ങ് ചെന്ന് പാകിസ്ഥാനിലും മറ്റേ തുർക്കിയിലും, പാകിസ്ഥാനിലും തുർക്കി, പിന്നെ ബംഗ്ലാദേശ്, പലയിടത്തും അതിൻ്റെ വേരുകൾ അങ്ങ് കിടക്കുക. അപ്പം ഈ വേരുകൾ ഇന്ത്യയിൽ ഉടനീളം എത്രത്തോളം പടർന്നിട്ടുണ്ട് എന്ന് ഇതിൻ്റെ കെയറോപ്പിൽ വിശാലമായിട്ട് പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അത് രാഷ്ട്രീയക്കാരുടെ ഇൻവോൾവ്മെന്റ്, കാരണം പലരും പൂച്ചം പറഞ്ഞു തുടങ്ങി. ഈ മറ്റേ പഹൽഗാമിന്റെ കാര്യം നമ്മുടെ MP-മാർ, അതെ ബൽസാന്റെ കാര്യം, പഹൽഗാം വിഷയത്തിനകത്ത് അന്നത്തെ ഭീകരാക്രമണത്തിനകത്ത് പറഞ്ഞില്ലായിരുന്നു. MP-മാരും കാശ്മീരിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു അതിനകത്ത് എന്താണ് തെറ്റ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു MLA പറഞ്ഞില്ലേ, അത് ഭീകരന്മാർ അങ്ങനെ പറയുമോ? അങ്ങനെ പറയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഭീകരന്മാർ അങ്ങനെ പറഞ്ഞാൽ നമ്മളത് കാര്യമായിട്ട് എടുക്കണോ? ഇതിനകത്ത് ഭീകരന്മാർ ഇങ്ങനെ മതം മാറ്റി വേർതിരിച്ച് നിർത്തിയാൽ അതൊക്കെ നമ്മൾ എന്നുവെച്ചാൽ പാകിസ്ഥാൻ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ കോൺഗ്രസ് വടേരയും പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവുമാരുടെ ഭാഗമായിട്ടിരിക്കുന്നവരൊക്കെ പറഞ്ഞു, പാകിസ്ഥാന്റെ ഭാഗം പറഞ്ഞു. ഇവനിത് പറഞ്ഞെടുത്തോണ്ടാ UN പോയേക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് വിവരക്കേടാന്നുള്ളതും അല്ലെങ്കിൽ ആരുടെയും വക്കാലത്ത് പിടിക്കുന്നവനാന്നുള്ള കാര്യമൊക്കെ അറിയണ്ടല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് അവിടെ എന്നിട്ട് ഇയാളുടെ റീട്വീറ്റ് ചെയ്യും അവിടെ. അപ്പോൾ ഇത് ഒന്ന് പരിശോധിക്കണമല്ലോ. ഇങ്ങനെ റീട്വീറ്റ് ചെയ്യുകയും ഇങ്ങനെ അവിടുന്ന് അച്ചാരം മേടിച്ച് പണി നടത്തുകയും ഇന്ത്യ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പണി, അത് കാര്യം പറയുന്നതൊക്കെ നമ്മൾ സഹിച്ചു. ഈ രീതിയിലേക്കുള്ള പണിയും പഴയ പോലുള്ള പണിയും ഒക്കെ നടത്തിയാൽ പഴയ പോലുള്ള ഇന്ത്യ അല്ല, വളരെ പ്രയാസപ്പെട്ട് ഈ അവസ്ഥയിൽ ലോകത്തിന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ലോകത്തിന്റെ കൂടെ ഓടാൻ പ്രാപ്തമാക്കിക്കൊണ്ട് വരുമ്പോൾ പഴയ പോലെ 6 മാസം കൂടുമ്പോൾ പൊട്ടിത്തെറി, 3 മാസം കൂടുമ്പോൾ പൊട്ടിത്തെറിയൊക്കെ വന്നാൽ
അപ്പം അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്വേഷണം ഈ രീതിയിൽ ദീർഘമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ എവിടൊക്കെ ചെല്ലാമോ അവിടേക്കൊക്കെ ചെല്ലുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.